ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ ആറാമത്തെ എപ്പിസോഡല്ല, എത്രാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ ലെറ്റ്സ് പ്ലേയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ ഫാമാണ് ബിൽഡ് ചെയ്യാൻ പോണത്. ആൻഡ് ഈ അയൺ ഫാം ബിൽഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്തതെന്ന് കാണിക്കാം. കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ ഞാൻ പറഞ്ഞായിരുന്നു ഞാനാണ് ഈ ഓഫ് ക്യാമറയിൽ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഞാൻ പറയാത്ത കുറച്ച് സംഭവം കൂടി ഞാൻ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിലാണ് കമൻറ്റ് ചെയ്തായിരുന്നു ഷെയ്ഡർ ഇട്ട് കളിക്കാൻ. നമ്മളപ്പോൾ ഒരു ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷെയ്ഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സുഖമില്ലാത്ത ഷെയ്ഡറാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോയില്ല. എൻ്റെ കയ്യിലുള്ള ഒരു ഷെയ്ഡർ തന്നെ ഇട്ടു. നോവ ഷെയ്ഡർ എന്നാണ് എൻ്റെ പേര്. ഇതൊരു ഫോഗ് വൈബ് പിടിക്കുന്ന ഷെയ്ഡറാണ്. എനിക്ക് മൈൻക്രാഫ്റ്റ് സാധാരണ ഷെയ്ഡർ ഇട്ട് കളിക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് എപ്പോഴും മൈൻക്രാഫ്റ്റ് വാനില നോർമൽ മൈൻക്രാഫ്റ്റ് കളിക്കാനാണ് ഇഷ്ടം. പിന്നെ അങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചില ലെറ്റ്സ് പ്ലേയിൽ നമ്മൾ ഷെയ്ഡർ ഇട്ട് കളിക്കുന്നതായിരിക്കും. പിന്നെ ഏതാണ്ട് ഒരു വഴി ഫോഗ് വൈബാണ്. പിന്നെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഞാനാണെങ്കിൽ പറഞ്ഞു ഇവിടെ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ഇട്ടായിരുന്നു ഇവിടെ നമ്മളൊരു പെറ്റിനെ സെറ്റാക്കിയിട്ട് ആ പെറ്റിൻ്റെ റൂം സെറ്റാക്കാൻ. പക്ഷേ അതും ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് മറ്റേ ക്യാമ്പ് ഫയർ വെച്ചിട്ട് ഈ പുക വരുന്ന പരിപാടി ചെയ്താലോ ഞാൻ ആലോചിക്കുകയാണ്. അതായത് നമ്മളെ സുധീരൊക്കെ ബേസിലുള്ള കൂട്ട് അത് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ദൂരത്ത് നോക്കുമ്പോൾ നല്ല സെറ്റപ്പ് ആയിരിക്കും. പിന്നെ മഴ കണ്ടപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും മഴയൊക്കെ പെയ്യുമ്പോൾ ഷെയ്ഡറിന് അത്യാവശ്യം വൈബാണ്. കണ്ടില്ല, കേവിയിലോട്ടൊക്കെ ഒരു ഫോഗ് വൈബ് പിടിക്കുന്ന ഷെയ്ഡറാണ്. ആകാശമൊക്കെ ആണെങ്കിലും അതാണ് സെറ്റപ്പ്. അപ്പോൾ അയൺ ഫാം ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ കണ്ടിട്ടില്ല ഈ ചെസ്റ്റിലല്ലേ? ഉണ്ടോ, ഈ ചെസ്റ്റിലുണ്ട്. ഞാൻ ഒരു സ്റ്റാക്ക് ബാറിലൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് കഴിഞ്ഞിട്ടാണ്. ഇത്ര സാധനങ്ങൾ പോരാ, ഇനിയും വേണം, കുറച്ചും കൂടി ആവശ്യമുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ബ്രീഡർ ഫാം സെറ്റാക്കിയപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വെച്ച സാധനമായിരുന്നു. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ കുറച്ചും കൂടി ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ഞാൻ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഞാനത് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഐറ്റംസ് ഗ്യാദർ ചെയ്യുന്ന ഒരു പോർഷൻ അങ്ങനെ നമ്മൾ കട്ടായിരിക്കുകയാണ്. റെക്കോർഡ് ബഗ്ഗായി. ഞാനിവിടെ അയൺ ഫാം ബിൽഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ അയൺ ഫാമിൻ്റെ പ്രശ്നമുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ചെറുതായിരിക്കുമെങ്കിലും ഇതുണ്ടാക്കാൻ ഭയങ്കര ടഫ് വരികയാണ്. ഭയങ്കര ടഫ് വരികയാണ്. നിങ്ങളിവിടെ നോക്കുമ്പോൾ ചെറിയ വില്ലേജ് ആയിരിക്കും. പക്ഷെ താഴെയാണ് ഇതിൻ്റെ പരിപാടി വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഇതിൻ്റെ പ്രശ്നം ഞാൻ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഉണ്ടാക്കി അത്രയും എഫിഷ്യൻ്റ് അല്ല. ഒത്തിരി എഫിഷ്യൻ്റ് കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ അയൻകുളം വരാറുള്ളൂ. ആൻഡ് ഞാൻ കുറച്ച് നേരം AFK നിന്നു. പിന്നീട് എന്താണെന്ന് ചെയ്യാൻ പ്രശ്നം ഇതുണ്ട്. നമ്മൾ വേറെ ബയോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്നോ ബയോമിലാണ്. അത് കേവൊന്നും അടുത്തുണ്ടെങ്കിൽ കേവിലായിരിക്കും അയൺ ഫാം അയൻകുളം പോകാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഈ അയൺ ഫാമിൽ നമുക്ക് വേണ്ടത് 20 വില്ലേജേഴ്സാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 20 വില്ലേജേഴ്സാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത്. ഇത് ഭയങ്കര ടഫായിരുന്നു. 20 വില്ലേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ. പിന്നെ ഞാൻ ബ്രീഡർ ഫാം ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ബ്രീഡർ ഫാം ഉണ്ടാക്കിയ ടൈമിൽ ഞാനൊന്ന് ബ്രീഡർ ഫാമിൽ പോയിട്ട് വില്ലേജസ് ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ 3 ബേബി വില്ലേജറായിരുന്നു. അതൊന്ന് വലുതായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്ന് വലുതായിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറേ നേരത്തിന് ശേഷം തലവേദന എടുക്കേണ്ടി. ഇങ്ങനെ ഉണ്ടാക്കിയ അയൺ ഫാമാണ്. ഞാൻ നോക്കി കിടക്കട്ടെ. ഇതിൻ്റെ കിടക്കെ ഞാൻ കുറച്ചും കൂടി ഓഫ് ക്യാമറ ബിൽഡ് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഞാൻ ഒരുപാട് നേരം വർക്ക് ചെയ്ത് അയ്യോ എൻ്റെ ഇതിൻ്റെയൊക്കെ പ്രഷറിൻ്റെ കിടക്കെ ഇവിടെ ഒരു ക്രീപ്പർ എടുത്തെറിച്ചു. സീരിയസ് ആയിട്ട് ഇവിടെ ഒരു ക്രീപ്പർ എടുത്തെറിച്ചു. ഈ ചെസ്റ്റ് ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ ചെസ്റ്റ് ഫുൾ പോയി. എന്നിട്ട് ഞാനാണ് ഈ ഐറ്റംസ് എങ്ങനെയൊക്കെയോ തിരിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ ക്രീപ്പർ എന്ന് വെച്ചാൽ നമ്മൾ വന്നെ വഴിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇത് തുറന്നെടുക്കുമായിരുന്നു. ഇതുവഴി ഇങ്ങനെ ഒരു ക്രീപ്പർ വന്നിട്ട് ഒറ്റ പൊടിത്തെറിക്കില്ല. ഞാൻ ഇവിടെ AFK നിൽക്കുമായിരുന്നു തോന്നുന്നു. എന്തോ നിൽക്കുമായിരുന്നു. ആൻഡ് ഓഫ് ക്യാമറ ചെയ്ത ഫസ്റ്റ് കാര്യമാണ് ഈ ഷെയ്ഡ് ഇട്ടുകൊണ്ട് മഴ കാരണം ഫുൾ ഫോഗാലോ. ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഒരു ചെറിയൊരു പശു തൊഴുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട, പശു തൊഴുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. രണ്ട് പശുക്കളല്ലായിരുന്നു, 3 പശുക്കൾ സെറ്റാക്കാം. നമുക്ക് ബേബി പശു ആക്കാം. അത് 2 കൂടെ ബ്രീഡാക്കിയാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നീട് ഞാൻ ഓഫ് ക്യാമറ ചെറിയ ഷുഗർ കെയിൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ സൈഡിൽ കൂടെ കുറേ പറിച്ചിട്ട് കാണിച്ചു തരാം. അത് കണ്ട, കുറേ പറിച്ചിട്ട് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ട, ഇതൊക്കെ വളർന്ന് പന്തലിക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓഫ് ക്യാമറ ഞാൻ ചെയ്ത കഷ്ടപ്പാടാണ്.
ഇതൊക്കെ ചെയ്തപ്പോഴേക്കും എൻ്റെ തലവേദന എടുത്തിറങ്ങി പ്രാന്തായി. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ അയൺ ഫാം ഒത്തിരി എഫിഷ്യൻ്റ് അല്ല എന്ന് പറയുമ്പോഴാണ് മീൻസ് എനിക്ക് വിഷമം വരുന്നത്. വല്ലപ്പോഴൊക്കെ അയൺകളും വന്നു. ഞാൻ എപ്പോൾ അയൺ ഫാം ബിൽഡ് ചെയ്താലും എങ്ങനെയാണ് ഒന്ന് മാറിക്കാൻ പറ്റില്ല. 20 വില്ലേജേഴ്സാണ്. ഒരു സ്റ്റാക്കിൻ്റെ മണ്ടയിൽ അയൺ കിട്ടി. ബട്ട് ഇത് പോരാ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓഫ് ക്യാമറ AFK ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്തായാലും അയണിന് അത്രയ്ക്കും ആവശ്യമൊന്നും ഉണ്ടാവില്ല. അയണിന് ആവശ്യം വരുവാണെങ്കിൽ ഇതിനെടുക്കാം. പിന്നെ ഇതിന് മൈൻ ചെയ്യണ്ടല്ലോ. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോപ്പറിന് വേണ്ടി ഞാൻ അയൺ മൈൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഓഫ് ക്യാമറയിൽ ഗെയിൻ ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഡേറ്റൊക്കെ റിമൂവ് ആക്കണമായിരുന്നു ആ ഒരു അയൺ ഫാം ബിൽഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്ക് കുറേ ഡേറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇന്നത്തെ ഗോളായ അയൺ ഫാം നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. പിന്നെ അത് നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന സാധനം കണ്ടോ? ഇത് നമ്മുടെ വില്ലേജേഴ്സിൻ്റെ അതിൻ്റെ അടുത്താണ്. അപ്പോൾ മറ്റൊരു കച്ചവടം ടാറ്റ ബൈ ബൈ.